നമസ്കാരം. വയനാട് ഇറങ്ങിയ നരഭോജി കടുവ ചത്തതോടെ ജനരോഷം ഒന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രിയങ്ക ഗാന്ധിയായിട്ട് ആ രോഷം വീണ്ടും ആളി കത്തിക്കുകയാണ്. ഒരു മാസത്തിനകത്ത് ഇത്രയും വിഷയമൊക്കെ വയനാട്ടിൽ നടന്നിട്ടും വയനാട്ടിലെ MP എവിടെ എന്നാണ് മണ്ഡലത്തിലുടനീളം ഉയരുന്ന ചോദ്യം. കടുവയെ കാണണ്ട, ആനയെ കാണണ്ട, പ്രതിഷേധമൊന്നും അറിയണ്ട, തെരുവിളി ഏൽക്കാൻ വരണ്ട, ആണ്ടിലൊരിക്കൽ പ്രജകളെ കാണാൻ വരണമെന്നാണ് ഇപ്പോൾ പ്രിയങ്കയ്ക്കെതിരെ ഉയരുന്ന ജനരോഷത്തിലെ ചില വരികൾ. പ്രിയങ്ക വജ്ര VIP ആണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നൊന്നും ജനത്തിനറിയേണ്ട കാര്യമില്ല. MP ആണെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ, തുണയായി അവർക്കൊപ്പം നിൽക്കാൻ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ MP തന്നെ എത്തിയിരിക്കണം. അല്ലാതെ അത് വയനാട്ടിലെ മാത്രമല്ല, കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലും അതാണ് നാട്ടു നടപ്പ്. രാഹുൽ ഗാന്ധിയും ഇങ്ങനെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് ആരായാലും MP ഒരു MP-യുടെ കടമ നിർവഹിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ ആവശ്യം വരുന്നത്. പഞ്ചാരക്കൊല്ലിയിൽ സ്വകാര്യ തോട്ടത്തിൽ കാപ്പി പറിക്കാൻ പോയ ഒരു വീട്ടമ്മയെ കടുവ കടിച്ചു കൊന്നിട്ട് ദിവസങ്ങൾ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്നിട്ടും സ്ഥലം സന്ദർശിക്കാനോ വീട്ടുകാർക്ക് ആശ്വാസമേകാനോ MP എത്തിയില്ല എന്നാണ് ഇപ്പോഴത്തെ പരാതി. മാത്രമല്ല, കൊല്ലപ്പെട്ട സ്ത്രീയുടെ ബന്ധുക്കളെ ഫോണിൽ വിളിച്ച് ഒന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്തോ എന്നുപോലും ആർക്കും അറിയില്ലെന്ന് പറയുന്നു. മണ്ഡലത്തിലെ MP എന്ന ഭരണഘടനാപരമായ പദവി വഹിക്കുന്ന പ്രിയങ്കയ്ക്ക് പകരം പ്രിയങ്കയുടെ പാർട്ടിയുടെ വയനാട്ടിലെ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റ് വന്നാൽ എങ്ങനെ പരിഹാരമാകുമെന്നാണ് മറ്റൊരു ചോദ്യം. സോഷ്യൽ മീഡിയ അടക്കം കനത്ത രോഷമാണ് പ്രിയങ്കയ്ക്കെതിരെ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കടുവയെ കാണണ്ട, ആനയെ കാണണ്ട, ആണ്ടിലൊരിക്കൽ പ്രജകളെ കാണാൻ വരണം, 5 കൊല്ലം കൂടുമ്പോൾ 5 ലക്ഷം വോട്ടിന് ജയിച്ചു പോകണം, അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. MP തിരഞ്ഞെടുക്കപ്പെട്ട മാസങ്ങൾ പിന്നിടുമ്പോഴും ആകെ ഒരു തവണ മാത്രമാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയതെന്ന് ഓർക്കണം. അതും തൻ്റെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ. പിന്നെ വന്നിട്ടേ ഇല്ല. കഴിഞ്ഞ ദിവസം വനമന്ത്രി AK ശശീന്ദ്രൻ വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ ചെന്ന് പെട്ടുപോയി. ചെന്ന് ചാടിക്കൊടുത്തത് കടുവയേക്കാൾ രോഷത്തിൽ നിൽക്കുന്ന ഒരു ജനതയുടെ മുന്നിലേക്കാണ്. ആ രോഷം AK ശശീന്ദ്രൻ നന്നായി കഴിഞ്ഞ ദിവസം അനുഭവിക്കുകയും ചെയ്തു. രാഷ്ട്രീയ ഭേദം ഇല്ലാതെയാണ് AK ശശീന്ദ്രനെതിരെ വയനാട്ടുകാർ ഗോബാക്ക് വിളിച്ചത്. ഇതേ ജനരോഷമാണ് പ്രിയങ്കയും കാത്തിരിക്കുന്നത് കൂടി ഓർക്കണം. ഇവിടെ പ്രിയങ്കയ്ക്കും ഒരു ഇളവും ഉണ്ടാകില്ലെന്ന് നാട്ടുകാർ സൂചന നൽകി കഴിഞ്ഞു. രാഹുൽ ഗാന്ധി MP ആയിരുന്നപ്പോഴും സമാനമായ സ്ഥിതി തന്നെയായിരുന്നെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനപ്രതിനിധി എന്ന നിലയിൽ പ്രദേശത്തെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ക്രിയാത്മകമായി വന്നു നിന്ന് ഇടപെടാനോ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കാനോ രാഹുൽ തയ്യാറായിട്ടില്ല. കേന്ദ്രത്തെ കൊണ്ട് വന നിയമങ്ങളിൽ ഭേദഗതി വരുത്താനും ഒന്നും രാഹുലിന് സാധിച്ചിട്ടില്ല എന്ന് വീണ്ടും ആരോപണം വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കേരള സർക്കാർ കൊണ്ടുവരുന്ന വന ഭേദഗതി നിയമം ജനരോഷം ഭയന്ന് സർക്കാർ പിൻവലിച്ചിരുന്നു. ഇതെങ്കിലും പ്രിയങ്ക അറിഞ്ഞിരുന്നു എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. നമ്മുടെ നാട്ടിലൊക്കെ MP-മാർ വിളിച്ച കല്യാണത്തിനും വിളിക്കാത്ത കല്യാണത്തിനും മരണവീടുകളിലുമൊക്കെ ചെല്ലാറുണ്ട്. എന്തുകൊണ്ടാണ്? താനിവിടുത്തെ MP-യാണ്, താൻ ജനങ്ങളുടെ നാഥനാണെന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ആ കുടുംബങ്ങളുടെ സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ പങ്കുചേരുന്നതാണ് ഒരു MP. അല്ലാത്ത MP-മാരൊക്കെ VVIP-യിൽ തന്നെയാണ്. അവർ ജനങ്ങളെ എങ്ങനെ സേവിക്കുമെന്നാണ് ഈ വോട്ട് ചെയ്ത വയനാട്ടിലെ ജനം ഇപ്പോൾ ചോദിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.